ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപത്തെ അധിക്ഷേപിച്ച സംഭവത്തിൽ കുറ്റക്കാരെ സംരക്ഷിച്ച് സർക്കാർ 16 കൽമണ്ഡപത്തിൽ മാംസം പാചകം ചെയ്യാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ല. ജില്ലാ കുടുംബശ്രീ മിഷന്റെ തീരസംഗമം പരിപാടിയിലാണ് പരിപാവനമായ മണ്ഡപത്തിൽ മാംസാഹാരം വിളമ്പിയത്. സംഭവത്തിൽ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപത്തെ അധിക്ഷേപിച്ച സംഭവം കഴിഞ്ഞ ദിവസം ജനം ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. 3 ദിവസമാണ് ഇവിടെ ഇത്തരത്തിൽ മാംസാഹാരം ഉൾപ്പെടെയുള്ളവ പാചകം ചെയ്യാനുള്ള അനുമതി നഗരസഭ നൽകിയതെന്ന് മാത്രമല്ല, ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വളരെ ബോധപൂർവം തന്നെ ഇതിന് ചുറ്റും ഷീറ്റ് കൊണ്ട് മറച്ചിരുന്നു. എന്തായാലും ഈ സംഭവം പുറത്തു വന്നു, വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർന്നു. പക്ഷേ ഇപ്പോഴും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെ സർക്കാർ തുടരുകയാണ്. രോഹിണി, ഭക്തർക്ക് ഏറ്റവും മുറിവേറ്റ സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നമുക്കറിയാം, ശ്രീ പത്മനാഭസ്വാമിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പത്മനാഭസ്വാമിയുടെ ഭക്തർക്ക് ഏറ്റവും ഹൃദയവേദന ഉണ്ടാക്കിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം ശംഖുമുഖം കടപ്പുറത്തുള്ളത്. ശംഖുമുഖം കടൽത്തീരം എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ ആറാട്ട് നടക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത്, പരിപാവനമായ സ്ഥലത്താണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. ഈ ആറാട്ട് മണ്ഡപത്തിൽ വെച്ചാണ് ഈ ഘോഷയാത്രയുമായി വരുന്ന ഈ ദേവതകളെ പ്രതിഷ്ഠിക്കുന്നത്. അതിനുശേഷമാണ് ആറാട്ട് ചടങ്ങുകളും മറ്റ് ചടങ്ങുകളടക്കം നടക്കുന്നത്. അത് അനന്തപുരി നിവാസികൾക്കായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അനന്തപുരി നിവാസികളായിട്ടുള്ള എല്ലാവർക്കും അത് എപ്പോഴും സ്മരിക്കുന്ന കാര്യം കൂടിയാണ്. എന്നിരിക്കെയാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഗുരുതര വീഴ്ചയുണ്ടായത്. അതായത് ഈ നടത്തിപ്പ്, ഈ ചടങ്ങിൻ്റെ പരിപാടിയുടെ ഫുൾ സംഘാടനം പൂർണ്ണമായും കുടുംബശ്രീ മിഷന്റെ ഭാഗത്തായിരുന്നു. CPM പ്രവർത്തകർ ആയിരുന്നു ഇതെല്ലാം നടത്തിയത്. ഇതെല്ലാം തിരുവനന്തപുരത്തുകാരാണ്. എന്നിരിക്കെ ഗുരുതരമായ ഈ അനാസ്ഥയും കൃത്യവിലോപവും ഉണ്ടായതിനു ശേഷം മണിക്കൂറുകൾ പിന്നിടുന്നു. അതിലൊരു പ്രതികരണം നടത്തുവാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കുടുംബശ്രീ മിഷന്റെ ഭാഗത്തു നിന്നോ നഗരസഭയുടെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നോ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇതിൽ കുറ്റക്കാർക്കെതിരെ ആരാണ് ഇതിന് അനുമതി കൊടുത്തത്, ആ അനുമതി കൊടുത്ത കുറ്റക്കാരാരാണ്, അവരെ വിളിച്ചു വരുത്തുവാനോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുവാനോ അതിനുള്ള നടപടി, അതെങ്ങനെ വേണം നടപടി സ്വീകരിക്കേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനമുണ്ടായില്ല. മാത്രമല്ല, അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്രത്തോളം ഗൗരവപൂർണമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉടനടി അതിലൊരു നടപടി സ്വീകരിക്കേണ്ടതാണ്, സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത്തരത്തിൽ ഓരോ വിഭാഗങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി സർക്കാരിനുണ്ട്. അത് ഭരണഘടനാദത്തമാണെന്നിരിക്കെ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും അവരെ സംരക്ഷിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ ഇത് കുറ്റക്കാർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാത്തൊരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. കുടുംബശ്രീ മിഷനാണ്, ജില്ലാ മിഷനാണ് ഇതിൻ്റെ സംഘാടനം, മിഷന്റെ പേരിലാണ് മിഷനാണ് ഇത് നടത്തുന്നത്. എന്നാൽ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന മറ്റ് പരിപാടികൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് CPMന്റെ നേതൃത്വമാണ് എന്ന് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരം സർക്കാർ പരിപാടിയാണെങ്കിൽ പോലും അതിൽ CPMന്റെ ഒരു പ്രാതിനിധ്യം എല്ലാ കാലത്തും എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ CPMും സർക്കാരും അറിഞ്ഞുള്ളൊരു സമീപനമാണ് അല്ലെങ്കിൽ അറിഞ്ഞുള്ളൊരു തീരുമാനമാണ്, നടപടിയാണ് ഈ ആറാട്ട് മണ്ഡപത്തോട് കാണിച്ച അവഗണന എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇതിൽ ഇത്തരം സംഭവം ഉണ്ടായിട്ട് പോലും അതിൽ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകാത്തതിൻ്റെ കാരണം കൂടി ഈ ഒരു കരുതിക്കൂട്ടിയുള്ള അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആണ് നടന്നതെന്നതുകൊണ്ടായിരിക്കണം എന്നിപ്പോൾ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകളും ഹൈന്ദവ സംഘടനകളും ഇതുതന്നെയാണ് ആരോപിക്കുന്നത്. ഇത്തരത്തിലൊരു സമീപനം ഭക്തരോടുള്ള വെല്ലുവിളിയായിട്ടാണ് അവരും കണക്കാക്കുന്നത്. നേരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി തവണ പല രീതിയിൽ ക്ഷേത്രത്തെ തകർക്കുന്നതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിന് സമാനമായ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസവും ഉണ്ടായത്. ചുറ്റും ആറാട്ട് മണ്ഡപത്തോട് ചേർന്നുള്ള ചുറ്റും 3 ഭാഗവും വലിയ ഷീറ്റ് കൊണ്ട് 12 അടിയോളം വരുന്ന ഷീറ്റ് കൊണ്ട് മറച്ചുകൊണ്ടാണ് ഇവിടെ അടുക്കള ഒരുക്കിയത്. 3 ദിവസം ഭക്ഷണം പാകം ചെയ്തതും മാംസാഹാരങ്ങൾ അവിടെ വെച്ച് അരിഞ്ഞു നുറുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതും ഭക്ഷണത്തിന്റെ പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ മാംസാഹാരം ഒരുക്കിയതെല്ലാം ഈ മണ്ഡപത്തിന്റെ മണ്ണിൽ വെച്ചാണ്. എന്നിട്ടും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ തുടരുന്നത് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.